ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്കക്കുരു പാട ബജ്ജിയാണ്. ഇന്ന് ഉച്ചയൂണിന് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി കുറച്ച് പാട എടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് വൈകുന്നേരം ഒരു ബജ്ജി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചെറിയൊരു പരീക്ഷണമാണ്, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം കടലമാവ് ഞാൻ ഓൾറെഡി കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 കിലോ കടലമാവിന് 60 രൂപയാണ് റേറ്റ് കേട്ടോ. ഞാനതുകൊണ്ടൊരു 250 ഗ്രാം മാവേ വാങ്ങിച്ചിട്ടുള്ളേ. എൻ്റെ പരീക്ഷണങ്ങൾക്ക് തൽക്കാലം 250 ഗ്രാം കടലമാവിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ മാവ് എടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ ആ കവറിൽ തന്നെ കെട്ടി വെക്കുകയാണേ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ തണുത്ത് പോകുമല്ലോ. അപ്പം ഞാൻ അതിനെ കെട്ടിയിട്ട് തിരിച്ച് ഞാൻ എടുത്തൊരു ബക്കറ്റിൽ തന്നെ തിരിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. എൻ്റെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് ഇതുപോലൊരു ബക്കറ്റിലാണ്. അപ്പോൾ അതവിടെ സെറ്റാണ്. ഇനി ഇതാ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തു. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും എല്ലാവരെയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കേട്ടോ. ഈ യോജിപ്പിച്ച് പണി അല്പം ലേറ്റ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ അവസാനം എൻ്റെ കടലമാവ് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത്രയും നേരം ഞാനിട്ട് ഇളക്കലായിരുന്നു. അപ്പം മാവിന് ചെറിയൊരു ക്ഷീണം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കേട്ടോ. അപ്പോഴേക്കും ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കേട്ടോ. ഇനി നമ്മുടെ മാവിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചൂടല്ലോ. അപ്പം ഞാൻ എണ്ണ ചൂടായപ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പാട ഓരോന്നായിട്ട് മാവിൽ മുക്കി നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരു 2-3 എണ്ണം ഒരുമിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തേ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഇട്ടത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം മുരിഞ്ഞവരെ ആദ്യം പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ അതാ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി അവരെയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ലാസ്റ്റ് സ്റ്റെപ്പിലുള്ളതാണ് കേട്ടോ ഇവർ. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി, കട്ടൻ ചായ തിളപ്പിക്കൽ. ബജ്ജിയോ എണ്ണക്കടി എന്തുണ്ടാക്കിയാലും കട്ടൻ ചായ ഇല്ലാതൊരു പരിപാടി ഇല്ലല്ലോ നമുക്ക്. അപ്പം ഞാൻ കട്ടനും കൂടി വെച്ചിട്ടുണ്ട്. ഇത് വിഷ്ണുവേട്ടൻ മൂന്നാറല്ല, ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന തേയിലപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ കട്ടൻ ചായ റെഡിയാക്കി നമ്മുടെ ബജ്ജിയും കൂടി എടുത്തിട്ടുണ്ട് കഴിക്കാൻ. അപ്പോൾ നല്ല കരിമുരയായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. ഉണ്ടാക്കി എടുക്കുന്ന ടൈമിൽ നല്ല കരിമുരയായിരിക്കും. ഒരു കുറച്ച് നേരം ആ ചൂടങ്ങ് മാറിയാൽ ഒന്ന് തണുത്ത് പോകും കേട്ടോ. അതിനും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ല അപാര ടേസ്റ്റാണ്. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് പാട ബജ്ജി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഫസ്റ്റ് ടൈം തന്നെ ഇഷ്ടമായേ. ചക്ക സീസണൊക്കെ കഴിയാറായില്ലേ. അപ്പോൾ സീസൺ കഴിയുന്നതിന് മുന്നേ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്കൂളിലൊക്കെ പോയിട്ട് കുഞ്ഞുമക്കൾ വൈകുന്നേരം വരുമ്പോൾ അവർക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ ഇതൊരു ദിവസം ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടെ, അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.